നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ചക്കുളങ്കാവ് എന്ന പുണ്യഭൂമിയിലേക്ക് ഭാരതത്തിന്റെ പല സംസ്ഥാനങ്ങളിൽ നിന്നും അനേകായിരം ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അതിലേറ്റവും കൂടുതൽ സ്ത്രീജനങ്ങളാണ് ഇവിടെ എത്തുന്നത്. അതുകൊണ്ടായിരിക്കാം ഇവിടം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത്. ഇവിടുത്തെ മറ്റൊരു വലിയ പ്രത്യേകത എന്നാൽ ദേവിയുടെ സന്നിധിയിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ പരസ്പരം ജാതി ചോദിക്കുകയോ ജാതി വിവേചനം കാണിക്കുകയോ ജാതി ചിന്തിക്കുകയോ പാടില്ലെന്നാണ് നിർദ്ദേശം. അങ്ങനെ ആരെങ്കിലും കാണിച്ചാൽ ദേവി അവർക്ക് തക്കതായ ശിക്ഷ നൽകുമെന്നാണ് വിശ്വാസം. അങ്ങനെ ജാതി ചോദിക്കുകയും പറയുകയും ചെയ്ത ആളുകളെ ദേവി ശിക്ഷിച്ചതായ ചരിത്രവും ഇവിടെ ഉണ്ടെന്നാണ് മറ്റുള്ളവർ പറയുന്നത്. ജാതി മതങ്ങൾക്ക് അതീതമായി മനുഷ്യനെ ചിന്തിക്കുവാൻ പഠിപ്പിച്ച ശ്രീനാരായണ ഗുരു ഇവിടെ ഉണ്ടായിരുന്ന പഴയ ക്ഷേത്രത്തിൽ വന്ന് ധ്യാനത്തിൽ ഇരുന്നതായി ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നുണ്ട്. അന്ന് അദ്ദേഹം വന്നതറിഞ്ഞ് പല പ്രദേശങ്ങളിൽ നിന്നും നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണുവാനെത്തി. അദ്ദേഹവുമായി സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങൾ വാങ്ങിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അന്നത്തെ ചക്കുളങ്കാവിലെ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതലും ജനങ്ങൾ അറിയാൻ ഇടയായത് എന്നാണ് അവിടെയുള്ള പരിസരവാസികളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. 4000-ലധികം പഴക്കമുണ്ടായിരുന്ന ആ സന്നിധി ഒരു കൊടും വനമായിരുന്നു. മനുഷ്യരാരും കയറുവാൻ ഭയപ്പെടുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷമായിരുന്നു ആ വനപ്രദേശമാകെ. അങ്ങനെയിരിക്കെ ഒരു വേടനും കുടുംബവും ആ വനത്തിൽ ചുള്ളി ശേഖരിക്കുവാനെത്തി. ഉടനെ ഒരു പാമ്പ് വേടന്റെ മുന്നിലേക്ക് എവിടെ നിന്നോ ചീറിപ്പാഞ്ഞു വന്ന് പാമ്പ് ഫണമുയർത്തി വേടനെ കൊത്തുവാൻ ഒരുങ്ങിയപ്പോൾ ജീവരക്ഷാർത്ഥം വേടന്റെ കയ്യിലിരുന്ന കോടാലി കൊണ്ട് പാമ്പിനെ വെട്ടി. എന്നാൽ വെട്ടുകൊണ്ട പാമ്പ് പ്രാണരക്ഷാർത്ഥം വനത്തിന്റെ ഉള്ളിലേക്ക് വേഗത്തിൽ ഇഴഞ്ഞുപോയി. നോവിച്ചുവിട്ട പാമ്പ് ഇന്നല്ലെങ്കിൽ നാളെ തനിക്കൊരു ഭീഷണിയാണെന്ന് കരുതിയ വേടൻ പാമ്പിനെ പിന്തുടർന്നു. വനത്തിന്റെ മധ്യഭാഗത്തെത്തിയപ്പോൾ ഒരു വലിയ കുളവും കുളത്തിനോട് ചേർന്ന് ഒരു വലിയ പുറ്റും വേടൻ കണ്ടു. ആ പുറ്റിന്റെ മേലിൽ താൻ നോവിച്ചുവിട്ട പാമ്പ് വന്ന് കിടക്കുന്നതും വേടൻ കണ്ടു. ഉടൻ തന്നെ വേടൻ പുറ്റിന് അടുത്തു ചെന്ന് പാമ്പിനെ കോടാലി കൊണ്ട് വെട്ടി. പക്ഷേ നിർഭാഗ്യവശാൽ പാമ്പിന്റെ ദേഹത്ത് കൊള്ളാതെ പുറ്റിലാണ് ആ വെട്ടുകൊണ്ടത്. എന്നാൽ പാമ്പ് എങ്ങോട്ടോ ഇഴഞ്ഞു പോയി. പക്ഷെ വെട്ടുകൊണ്ട് പുറ്റിൽ നിന്നും ഒരു വലിയ ജലപ്രവാഹം തുടങ്ങി. വേടൻ ആകെ ഭയന്ന് വിറച്ചു. പെട്ടെന്ന് ഒരു സന്യാസി അവിടെ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ ഭയപ്പെടേണ്ട, ഇത് വനദുർഗാദേവിയുടെ ജലശയനം ചെയ്യുന്ന ജലമാണ്. ഈ ജലം ഒഴുകി അവസാനിക്കുമ്പോൾ തേനും പാലും കലർന്ന വെള്ളം ഒഴുകി വരും എന്ന് സന്യാസി വേടനോടും അരുൾ ചെയ്തു. സന്യാസി പറഞ്ഞ പോലെ അവസാനം തേനും പാലും ചേർന്ന വെള്ളം ഒഴുകിയെത്തി. അപ്പോൾ സന്യാസി ആ ഉള്ളിൽ നിന്നും ഒരു വിഗ്രഹം കണ്ടെടുത്തു. ആ വിഗ്രഹം വനദുർഗാദേവിയുടെ വിഗ്രഹമായിരുന്നു. സന്യാസി ആ വിഗ്രഹം അവിടെ പ്രതിഷ്ഠ നടത്തി. എന്നിട്ട് വേടനോടും കുടുംബത്തോടായി പറഞ്ഞു, നിങ്ങൾ ഈ ദേവിയെ പൂജിച്ചാൽ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും, അതുപോലെ ഈ നാടിന് വലിയ പ്രസക്തിയും ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് സന്യാസി അപ്രത്യക്ഷമായി. അന്നു മുതൽ വേടനും കുടുംബവും ദേവിയെ പൂജിക്കുവാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തു. പിറ്റേ ദിവസം രാത്രിയിൽ വേടനെ സ്വപ്നം കാണിച്ചു സന്യാസിയായി വന്നത് നാരദ മഹർഷിയായിരുന്നു എന്ന്. അങ്ങനെ ദേവിയെ അവർ കുറെ കാലം പൂജിച്ചു. പിന്നീട് വേടനും കുടുംബവും എവിടേക്കോ പോയി മറഞ്ഞു. അതിനുശേഷം ആ വനത്തിന്റെ അവകാശികളായിരുന്ന പട്ടമന ഇല്ലത്തുകാർ അവിടെ ഒരു ചെറിയ ക്ഷേത്രം ഉയർത്തി. പിന്നീട് ദേവി ചൈതന്യത്താൽ ആ ക്ഷേത്രത്തിന്റെ യശസ് വർദ്ധിച്ചു വന്നു. വനത്തിനുള്ളിലുണ്ടായിരുന്ന ആ കുളത്തിലെ വെള്ളത്തിന് ചക്കരയുടെ സ്വാദാണ് ഉണ്ടായതെന്ന് പ്രദേശവാസികളായ പഴമക്കാർ പറയുന്നു. അതുകൊണ്ട് അവിടം ചക്കരക്കുളം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് അത് പരിണമിച്ചു ചക്കുളം എന്നാണ് അറിയപ്പെട്ടത്. ഇന്ന് നീലേറ്റുപുറത്ത് തലയുയർത്തി നിൽക്കുന്ന ചക്കുളംകാവിലെ ദേവിയുടെ ക്ഷേത്രം ആ വനത്തിന്റെ മധ്യഭാഗത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന കുളം നികത്തിയ അവിടെയാണ് ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത്. എല്ലാവിധ ചൈതന്യത്തോടു കൂടി ചക്കുളംകാവിൽ അമ്മയുടെ യശസ് നാൾക്കുനാൾ